നമസ്കാരം, ഞാൻ രശ്മി. തനിമ സ്പെഷ്യൽ ന്യൂസ്. കള്ളിക്കാട് പഞ്ചായത്ത് സ്റ്റേഡിയം RSS ശാഖ നടത്താൻ വിട്ടുനൽകിയ പഞ്ചായത്ത് തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ കള്ളിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കള്ളിക്കാട് പഞ്ചായത്തിലേക്ക് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കള്ളിക്കാട് സുനിൽകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. കളിക്കാർക്ക് വേണ്ടിയാണ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നതെന്നും ഈ അടുത്ത സമയത്താണ് MLA ഫണ്ടിൽ നിന്നും 50 ലക്ഷം മുടക്കി സ്റ്റേഡിയം പുതുക്കി പണി ചെയ്തതെന്നും 6 മാസം മുമ്പ് ചില സംഘടനകൾ പ്രോഗ്രാം നടത്താൻ ആവശ്യപ്പെട്ടു വന്നെങ്കിലും കൊടുക്കേണ്ട എന്ന് പഞ്ചായത്ത് തീരുമാനം എടുത്തതായും അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് സെക്രട്ടറി ഉത്തരവ് കൊടുത്തതെന്നും സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇരട്ടത്താപ്പ് നയമാണ് ഇവിടെ മാർച്ച് സംഘടിപ്പിക്കാൻ കാരണമെന്നും സുനിൽകുമാർ പറഞ്ഞു. കള്ളിക്കാട് പഞ്ചായത്ത് സ്റ്റേഡിയം രൂപീകൃതമായ അന്ന് തൊട്ട് തന്നെ കളിക്കാർക്ക് വേണ്ടി മാത്രമാണ് കളികൾ നടത്താൻ ഉപയോഗിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് യോഗത്തിനൊക്കെ കൊടുക്കാനുള്ള ശ്രമം നടന്നെങ്കിൽ നിലവിലുള്ള അന്നത്തെ കമ്മിറ്റികൾ മുതൽ ഇങ്ങോട്ട് 87 മുതൽ ഉള്ള കമ്മിറ്റികൾ നിലവിൽ കളിക്കാർക്ക് മാത്രമേ സ്റ്റേഡിയം കൊടുക്കുമെന്നാണ് തീരുമാനിച്ചത്. ഈ അടുത്ത കാലത്ത് അത് ആർക്കും വേണ്ടാതെ സാമൂഹിക വിദഗ്ധന്മാരാൽ നശിപ്പിക്കപ്പെട്ട് കിടന്നപ്പോൾ നമ്മുടെ ബഹുമാന്യനായ പാറശാല MLA 1 കോടി രൂപ അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചുകൊണ്ടാണ് ആ സ്റ്റേഡിയം ഇപ്പോൾ പുനരുദ്ധരിപ്പിച്ചെടുത്തത്. 4 കാമ്പൗണ്ടും 4 ചുറ്റുണ്ടാക്കി ആവശ്യമായ ലൈറ്റും സംവിധാനങ്ങളും കളിക്കുന്ന കുട്ടികൾക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം അടക്കം ടോയ്ലറ്റ് അടക്കം നവീകരിച്ചുകൊണ്ട് പഞ്ചായത്തിനെ ഏൽപ്പിച്ചതാണ്. ആ ഏൽപ്പിച്ച സ്റ്റേഡിയത്തിൽ 50 പൈസയുടെ പൂട്ട് വാങ്ങിയിട്ട് പൂട്ടി അത് സൂക്ഷിക്കാൻ പോലും ആളില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് വാട്സപ്പ് വഴി ഒരു പ്രചരണം വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രചരണത്തിൽ RSS അവർക്ക് കാട്ടാക്കട ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അവർക്ക് ഞായറാഴ്ച നടത്തുന്നതിന് ഇവിടെ അനുവദിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്നതായി അവരുടെ ഒരു പരസ്യത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ വിശേഷം ഇതാണ്: രാഷ്ട്രീയ സ്വയം സേവക സംഘം കാട്ടാക്കട ഹട്ട് സംഘിക്ക് കള്ളിക്കാട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിലെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കോ മതസംഘടനകൾക്കോ ജാതി സംഘടനകൾക്കോ കൊടുക്കില്ല എന്ന് ഈ 6 മാസം മുമ്പ് ഐകകണ്ഠേന തീരുമാനിച്ച് നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യൻ മൂവ്മെൻറ്റിലുള്ള ചില ആളുകൾ സുവിശേഷ യോഗത്തിന് വേണ്ടി ഈ സ്റ്റേഡിയം ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ കൊടുത്തിരുന്നു. അപേക്ഷ കൊടുത്തപ്പോൾ ഞങ്ങൾ ആർക്കും അങ്ങനെ കൊടുക്കില്ല, അതാണ് തീരുമാനം. ഞങ്ങളത് സ്വാഗതം ചെയ്യും. ജാതിക്കാർക്കോ രാഷ്ട്രീയക്കാർക്കോ കൊടുക്കണ്ട, മതസംഘടനകൾക്കോ കൊടുക്കണ്ട, കുട്ടികൾക്ക് തന്നെ കൊടുക്കണം കളിക്കാൻ. പക്ഷേ ഇപ്പോൾ ആ തീരുമാനത്തെ വയലേറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് DYFIയുടെ പ്രവർത്തകർ ഇന്നലെ വന്ന് സെക്രട്ടറിയെ കണ്ട് പരാതി സമർപ്പിച്ചവൻ പറഞ്ഞു ആർക്കും കൊടുത്തിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഈ കബഡിക്ക് ആർക്കോ വേണമെന്ന് പ്രസിഡന്റ് ഇങ്ങനെ ഒരു ദിവസം സൂചിപ്പിച്ചല്ല, ഞങ്ങൾക്കറിയില്ല, ഇവിടുന്ന് കൊടുത്തിട്ടില്ല, ഇന്ന് 3 മണിയോടുകൂടി നിങ്ങൾക്ക് മറുപടി തരുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളത് നിവേദനം ഇവിടെ കൊടുത്തിട്ട് DYFI പ്രവർത്തകർ പോയപ്പോൾ ഇവിടെ ആ സമയം വെച്ച് അപേക്ഷ വാങ്ങിക്കൊണ്ട് അതിന് ഫീസ് വാങ്ങി അനുവദിച്ചതായി പേപ്പർ കൊടുത്തു. അപ്പോൾ സെക്രട്ടറി എടുത്ത ഇരട്ടത്താപ്പ് നയമാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടാകാൻ കാരണം. ഇന്നിപ്പോൾ DYFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും ഉണ്ടായിരുന്നു. 1 വർഷം മുമ്പും ഇതുപോലത്തെ ആവശ്യമായിട്ട് ഈ സംഘടന വന്നിട്ടുണ്ടെന്നും അന്ന് മെമ്പർമാരെല്ലാം എതിർക്കുകയും ജാതിമത സംഘടനകൾക്ക് പ്രോഗ്രാം നടത്താൻ കൊടുക്കേണ്ട എന്നും തീരുമാനമെടുത്തതായും എന്നാൽ അതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ സെക്രട്ടറി അനുവാദം കൊടുത്തതായി കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞത്. ഇതിനൊരു തീരുമാനം ഉണ്ടാവും വരെ UDF മെമ്പർമാർ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും അവർ പറഞ്ഞു. യാതൊരു സംഘടനയ്ക്കും ജാതിമത സംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ മറ്റ് ഇതര പ്രവർത്തനങ്ങൾക്ക് കൊടുക്കില്ല എന്ന് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം നിലനിൽക്കുകയാണ്. സെക്രട്ടറി ആ പഞ്ചായത്ത് തീരുമാനത്തെ അവഗണിച്ചുകൊണ്ടാണ് സെക്രട്ടറി ഇത്തരത്തിലൊരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സമ്മതത്തോടുകൂടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അനുമതിയോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ
ബിബു എന്ന് പറഞ്ഞ ആളുകൾ വിശദീകരിക്കുന്നത് ഇതെല്ലാം കടയ്ക്കൽ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കയ്യിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഘടന ഉപയോഗിക്കുന്നത്. രാഷ്ട്രീയ സംഘടനയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഗ്രൗണ്ടിനെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറ്റാൻ അവർ ശ്രമിക്കുന്നു. അതിനെതിരെ ശക്തമായ രീതിയിൽ അത് ഏത് നിയമപരമായിട്ടും അല്ലാത്ത തരത്തിലുമൊക്കെ UDF മെമ്പർമാർ 3 പേരുമുണ്ട്, LDF മെമ്പർമാരുണ്ട്. ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ വിഷയത്തെ നേരിടുന്നത്. മെമ്പർമാരുടെ യോഗത്തിലെടുത്ത തീരുമാനത്തിനെതിരെ സെക്രട്ടറി സ്റ്റേഡിയം കൊടുക്കണമെന്ന് മിനിറ്റ്സ് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷ തീരുമാനമെടുത്ത് നിയമപരമായി സെക്രട്ടറിയെ മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പറഞ്ഞത്. മാന്യനായ MLA 50 ലക്ഷം രൂപ മുടക്കിയാണ് നമ്മുടെ പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന നിലയ്ക്ക് കള്ളിക്കാട് സ്റ്റേഡിയം പണിത് നല്ല രീതിയിൽ അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞ് നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നമ്മളെ ധാരാളം കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ധാരാളം യുവാക്കൾ അവിടെ കളിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഈ കഴിഞ്ഞ മാസം ഒരു പള്ളിയിലെ അച്ഛൻ വന്ന് അവിടെ ഒരു കൺവെൻഷൻ നടത്താൻ അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം പള്ളിയിൽ വന്ന് പഞ്ചായത്തിൽ വന്ന് കയറി ഇറങ്ങി. അപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി ഐകകണ്ഠ്യേന തീരുമാനമെടുത്ത് ഒരു ആൾക്കാർക്കും ആ സ്റ്റേഡിയം വിട്ടുകൊടുക്കില്ല എന്നാണ് പറഞ്ഞ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്തത്. പിന്നെ ഞങ്ങൾ 7 പേരും അന്ന് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ തീരുമാനം എപ്പോഴും മാറ്റിയെന്നൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ തീരുമാനത്തിന് എതിരെ സെക്രട്ടറി മിനിറ്റ് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഞങ്ങൾ ഭൂരിപക്ഷ തീരുമാനമെടുത്ത് സെക്രട്ടറി പഞ്ചായത്തിൽ നിന്ന് മാറ്റാനാണ് ഞങ്ങളുടെ തീരുമാനം. പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോലും തീരുമാനമെടുക്കാതെയാണ് ഈ തീരുമാനം നടപ്പിലാക്കിയതെന്നാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത പറഞ്ഞത്. കള്ളിക്കാട് പഞ്ചായത്ത് സ്റ്റേഡിയം നാളിതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഒരു പരിപാടിക്കും കൊടുത്തിട്ടില്ല. അത് നമ്മുടെ തീരുമാനമായിരുന്നു. ഇപ്പം ഇങ്ങനെ ഒരു BJPയുടെ പരിപാടിക്ക് വേണ്ടി ആ കളിക്കളം വിട്ടുകൊടുക്കുന്നതിൽ എല്ലാവർക്കും അതിന് രാഷ്ട്രീയമൊന്നുമില്ല. ഇടതുപക്ഷം വലതുപക്ഷം ഇവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും, അതായത് കളിക്കുന്ന എല്ലാവർക്കും ഇവരുടെ പ്രതിഷേധമാണ്. ആ പ്രദേശം ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റി പോലും തീരുമാനമെടുക്കാതെയാണ് ഈ തീരുമാനം നടപ്പാക്കിയെന്നാണ് സെക്രട്ടറി പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കളിക്കളം കളിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാറ്റിക്കൊടുക്കണം. ഇവിടെ ഒരു വർഗീയ സംഘടന നടത്താൻ നമുക്ക് കഴിയില്ല. അതിനുവേണ്ടി സെക്രട്ടറി ആ തീരുമാനം മാറ്റണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്നാൽ കബഡി മത്സരത്തിനും യോഗ മത്സരത്തിനുമാണ് അപേക്ഷ തന്നിരിക്കുന്നതെന്നും ഇന്നലെ അപേക്ഷ സ്വീകരിച്ച് വാടക അടച്ചിട്ടുള്ളതായും അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വന്ന പോസ്റ്റർ പഞ്ചായത്തുമായി യാതൊരു ബന്ധമില്ലെന്നും നേരത്തെയുള്ള ഭരണസമിതിയുടെ കാലത്ത് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ മാസങ്ങളോളം കൊടികെട്ടിവെച്ച് ടൂർണമെന്റ് നടത്തിയിട്ടുള്ളവരാണ് സമരം ചെയ്യാൻ വന്നതെന്നും അതുമാത്രമല്ല ഒരു പൈസ പോലും വാടക ഇനത്തിൽ തന്നിട്ടില്ല എന്നും പ്രസിഡന്റ് സൂചിപ്പിച്ചു. കൂടാതെ RSS എന്ന സംഘടന നിരോധിച്ച സംഘടന അല്ലെന്നും കള്ളിക്കാട് പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങൾ RSSന്റെ പ്രോഗ്രാം നടത്തുന്നതായി തുറന്നു കൊടുത്തിട്ടുള്ളതായും അപേക്ഷ തന്നതുപോലെ കായിക മത്സരത്തിന് കൊടുക്കുന്നതിൽ എന്താണ് തെറ്റെന്നുമാണ് പ്രസിഡന്റ് ചോദ്യം. ഈ പഞ്ചായത്തിന്റെ ഒരു കുട്ടികളുടെ സ്റ്റേഡിയം എന്ന് പറഞ്ഞുള്ളൊരു പ്രതിഷേധമാണ്. കുട്ടികളുടെ സ്റ്റേഡിയം വേറെ മതസംഘടനകൾക്കോ അല്ലെങ്കിൽ വേറൊരു പരിപാടി കൊടുക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുള്ളതായിട്ടാണ് പുറത്ത് പ്രതിഷേധം പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ വേറൊരു സംഘടനയ്ക്ക് അവരുടെ പ്രോഗ്രാം നടത്താൻ വേണ്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു വിഷയം. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? കുട്ടികളുടെ സ്റ്റേഡിയം അല്ല. ഈ സ്റ്റേഡിയത്തിൽ ഒട്ടനവധിയായിട്ടുള്ള കായിക താരങ്ങളെ വളർത്തിയെടുത്ത് ഇവിടെ അവർ ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടിപ്പോയി ഒട്ടനവധിയായിട്ടുള്ള ആളുകളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഈ ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ട് ഇപ്പോൾ പുതുക്കി പണിതതിന് ശേഷം ഏകദേശം ഒരു 25 വർഷക്കാരെ എന്ന് വെച്ചാൽ ഈ ഗ്രൗണ്ട് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി അന്നത്തെ സുന്ദരപിള്ളയെ പോലെയുള്ള ഒട്ടനവധി മഹാരാജന്മാരുടെ അവരുടെ കഷ്ടപ്പാട് തന്നെയാണ് ഈ സ്റ്റേഡിയം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചത്. ആ സ്റ്റേഡിയം നിലയിൽ വന്നതിന് ശേഷം ഇവിടെ ഒട്ടനവധിയായിട്ടുള്ള കലാകൃതികളെ സൃഷ്ടിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ നല്ലൊരു ഉയരങ്ങളിലേക്ക് പോകുന്ന ആളുകളെ സൃഷ്ടിക്കുവാനും വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്റ്റേഡിയം കഴിഞ്ഞ 25 വർഷം വരെ പഞ്ചായത്തിന്റെ ഒരു വിധത്തിലുമുള്ള ഒരാസ്തിയിലും വരാത്ത പഞ്ചായത്തിനൊരു കുറേ കായിക താരങ്ങളെ സൃഷ്ടിക്കെടുക്കുന്നതിന് വേണ്ടി അല്ലാതെ പഞ്ചായത്തിന് യാതൊരു വിധമായിട്ടുള്ള ലാഭവും ഇല്ലാതെ ആണിത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് MLAയുടെ 50 ലക്ഷം രൂപയും ഏകദേശം നമ്മുടെ കായിക വകുപ്പിന്റെ 50 ലക്ഷം രൂപയും കൂടെ 1 കോടി രൂപ മുടക്കിയാണ് ആ സ്റ്റേഡിയം ഇപ്പോൾ പുതുക്കിപ്പണിതത്. അത് പുതുക്കിപ്പണിതതിന് ശേഷം അത് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അത് പുറത്തു നിന്ന് വരുന്ന സംഘടനകൾക്ക് ഒരു റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിന് ടൂർണമെന്റ് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടി അവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം കളിക്കുന്നതിന് വേണ്ടി ഫ്രീ ആയിട്ട് സ്റ്റേഡിയം തുറന്നു കൊടുക്കുന്നുണ്ട്. അവർക്ക് 7 മണി മുതൽ കളിക്കുന്നതിന് വേണ്ടി ലൈറ്റ് ഇട്ട് കളിക്കുന്നതിന് വേണ്ടി 1 മണിക്കൂർ 200 രൂപ വെച്ച് നിശ്ചയിച്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഇവിടെ പുറത്തെ ടർഫ് കളി പോയി കഴിഞ്ഞാൽ 800-850 രൂപയാണ് മണിക്കൂറുകൾക്ക് വാങ്ങിക്കുന്നത്.
അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കളിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ആ സ്റ്റേഡിയം കൊടുത്തിട്ടുള്ളത്. പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം തീരുമാനമെടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു കാരണവശാലും നമ്മുടെ ആ സ്റ്റേഡിയം വിട്ടുകൊടുക്കില്ല. മതസംഘടനകളുടെ പരിപാടികൾക്ക് നമ്മൾ വിട്ടുകൊടുക്കില്ല. കായികപരമായിട്ട് എന്ത് ആവശ്യത്തിന് വരുന്ന സംഘടനകൾക്കും ഞങ്ങൾ സ്റ്റേഡിയം വിട്ടുകൊടുക്കും എന്ന് തന്നെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അവിടെ ഈ കഴിഞ്ഞ 2 ദിവസം ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് പറയുന്നത് RSSന്റെ ഒരു കബഡി മത്സരം ഈ വരുന്ന 29-ാം തീയതി 3 മണി മുതൽ 7 മണി വരെ സ്റ്റേഡിയത്തിൽ അനുവദിച്ച് തരണമെന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ കത്ത് തരികയും 1416 രൂപ GST അടക്കം അടച്ച് ബില്ല് കൊടുക്കുകയും ചെയ്തു. അത് കായികപരമായിട്ടുള്ള കാര്യമാണ്. കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സ്റ്റേഡിയം എല്ലാ വിഭാഗക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം സ്റ്റേഡിയം. അല്ല സ്റ്റേഡിയം ഒരു പാർട്ടിക്കാർക്കോ ഒരു മതക്കാർക്കോ അങ്ങനെയല്ലല്ലോ. കായിക പ്രേമികളായിട്ടുള്ള എല്ലാവർക്കും സ്റ്റേഡിയം ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സ്റ്റേഡിയം തുറന്നു കൊടുക്കുന്നത്. ഇത് കബഡി മത്സരത്തിന് വേണ്ടി യോഗ പ്രദർശനത്തിന് വേണ്ടി അനുവദിച്ചു തരണമെന്നാണ് ഈ കത്തിൽ. എന്നാണ് ഈ ഒരു അപേക്ഷ കിട്ടിയത്? അപേക്ഷ ഇന്നലെയാണ് കിട്ടിയത്. ഈ ഒരു പോസ്റ്ററിനകത്ത് ഇതല്ലാത്ത രീതിയിൽ അത് ആ പോസ്റ്റ് എടുത്തിട്ടതിൽ നമ്മൾ അതിന് പഞ്ചായത്ത് ഉത്തരവാദിയല്ല. അത് പുറത്തുള്ള ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പോസ്റ്റ് എടുത്തിട്ടുന്നതിന് നമ്മൾ പഞ്ചായത്ത് ഉത്തരവാദിയാവേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു അപേക്ഷ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഈ പേയ്മെന്റ് അടച്ചത് ഇന്നലെ തന്നെയാണോ? പേയ്മെന്റ് അടച്ചത് ഇന്നലെ തന്നെയാണ്. നിങ്ങളിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ സ്റ്റേഡിയത്തിൽ മാസങ്ങളോളം DYFIയുടെ കൊടി കെട്ടിവെച്ച് മാസങ്ങളോളം ടൂർണമെന്റ് നടത്തിയിട്ടുള്ള ആളുകളാണ് പുറത്തിരുന്ന് സമരം ചെയ്യുന്നത്. ഒരു പൈസ പോലും പഞ്ചായത്തിൽ തരാതെ അടയ്ക്കാതെ ടൂർണമെന്റ് മാസങ്ങളോടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. RSS രാജ്യത്ത് നിരോധിച്ച സംഘടനയൊന്നുമല്ല. RSS രാജ്യത്ത് നിരോധിച്ച സംഘടനയല്ല. RSSന് ഇന്ത്യയിലുടനീളമുള്ള സ്കൂളുകളും കോളേജുകളും അവരുടെ ITC OCC നടത്തുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമുക്കറിയാം, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം RSSന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. നെയ്യാടം ഹൈസ്കൂള് RSSന്റെ ITCക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ RSSന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ പഞ്ചായത്ത് കൈവശം കിട്ടിയിട്ടുള്ള പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പഞ്ചായത്ത് സ്റ്റേഡിയം മണിക്കൂറിന് ഇത്ര രൂപ റേറ്റ് അനുസരിച്ച് കായിക പരിപാടിക്ക് വേണ്ടി കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ഈ അപേക്ഷയുടെ ഭാഗമായിട്ട് 29-ാം തീയതി ഇത് അപേക്ഷ സ്വീകരിച്ച് പൈസ കൈപ്പറ്റിയിട്ട് ഉണ്ട് എങ്കിൽ അതിന് അവസരമൊരുക്കി കൊടുക്കേണ്ടത് പഞ്ചായത്തിന്റെ ചുമതലയാണ്. അതിന് അവസരമൊരുക്കി കൊടുക്കുക തന്നെ ചെയ്യും. കബഡി മത്സരം നടത്താനാണ് അപേക്ഷ കിട്ടിയത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ കണ്ടത് വേറെ രീതിയിലാണെന്നും അതിന്റെ ഭാഗമായാണ് പ്രതിഷേധം നടത്തിയതെന്നുമാണ് സെക്രട്ടറി പറഞ്ഞത്. എന്നാൽ അവർക്ക് അനുവദിച്ച തീയതിയിൽ സംഘർഷ സാധ്യത നിലവിലുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയതായും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഉത്തരവ് റദ്ദു ചെയ്യുന്നതായും പഞ്ചായത്ത് സെക്രട്ടറി തനിമ ന്യൂസിനോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് തനിമ. മത്സരം നടത്തുന്നതിന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ നടപടി സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ അപേക്ഷ കിട്ടിയതും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണോ? അപേക്ഷ കബഡി മത്സരത്തിനെന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ തന്നു. അപ്പോൾ അവർ പറഞ്ഞു സോഷ്യൽ മീഡിയ സ്റ്റാറ്റസിൽ അങ്ങനെയല്ല, വേറെ എന്തോ പരിപാടിക്കാണ് അവർ പറയണു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവർ പ്രതിഷേധം. നമ്മൾ കബഡി മത്സരത്തിന് അവർ അപേക്ഷ വെച്ച് വന്ന് ഒരു ഫീസ് അടച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇപ്പോൾ ഇന്നത്തെ രീതിയിൽ നമ്മുടെ മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. പോലീസ് ഇത് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അന്ന് സംഘർഷ സാധ്യതയുണ്ട്. അപ്പോൾ അതിനാൽ അന്നത്തെ ദിവസം അത് പരിഗണിച്ച് അത് കൊടുക്കാൻ സാധിക്കില്ലെന്ന് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇനിയിപ്പോൾ അത് റദ്ദ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് എല്ലാവരുടെയും അഭിപ്രായം അറിയിച്ചിട്ട് തുറന്നെടുത്ത് ചെയ്തിരിക്കുന്നു.